കേരള കോ ഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സഹകരണ പെൻഷൻകാർ പ്രക്ഷോഭത്തിലേക്ക്. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, പെൻഷൻ പരിധി വർദ്ധിപ്പിക്കുക, മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെബ്രുവരി 9 മുതൽ 17 വരെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാര സത്യാഗ്രഹ സമരം നടത്തും. അതിനു മുന്നോടിയായി 2 മേഖലാ ജാഥകൾ പ്രയാണം നടത്തും. വടക്കൻ മേഖലാ ജാഥ കാസർഗോഡ് നിന്നും ആരംഭിച്ച് ഫെബ്രുവരി 4 തൃശൂരിൽ സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നല്ല ലാഭകരമായ രീതിയിൽ തന്നെ പെൻഷൻ ഫണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുമെന്ന് കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. എല്ലാ ചെലവും കഴിച്ചാലും ഫണ്ടിൽ ഏതാണ്ട് ഒരു വർഷം 30 കോടി രൂപ മിച്ചമുണ്ടാകും എന്നാണ് കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. ഗവൺമെന്റിനോ അതുപോലെ തന്നെ ഞങ്ങളുടെ മാനേജ്മെന്റിനോ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കോ ഒന്നും തന്നെ ഒരു പൈസയുടെ ബാധ്യത പോലും വരാത്ത ഒരു ഫണ്ടാണ് പെൻഷൻ ഫണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് അനുവദിച്ചുകൊണ്ട് ഗവൺമെന്റിന് ഒരു ബുദ്ധിമുട്ടില്ല, പെൻഷൻ ബോർഡിന് ഒരു ബുദ്ധിമുട്ടില്ല. പെൻഷൻ ബോർഡിലെ ജീവനക്കാരും ഞങ്ങളെപ്പോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരല്ലേ. അവരുടെ എല്ലാ DAയും ഈ കഴിഞ്ഞ മാസം പാസ്സാക്കി കൊടുത്തു. നേരത്തെയുള്ള അരിയേഴ്സ് ഉൾപ്പെടെ 2.5 കോടി രൂപ കഴിഞ്ഞ 2 മാസം മുമ്പ് അനുവദിച്ച് അവരുടെ മുഴുവൻ പെൻഷൻ നമ്മുടെ DA കുടിശ്ശികയും കൊടുത്ത് തീർത്തു കഴിഞ്ഞു. ഈ പെൻഷൻ ബോർഡ് നിലനിൽക്കുന്നത് ഞങ്ങളുടെ ഫണ്ട് കൊണ്ടാണ്. ഈ പെൻഷൻ ബോർഡിലെ ജീവനക്കാരും ശമ്പളമായിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പെൻഷൻ ഫണ്ടിൽ നിന്നാണ്. അതെങ്കിലും അവർ ഓർക്കണ്ടേ. എങ്ങനെയെങ്കിലും ഇതൊന്ന് കുറക്കാൻ, ഈ പെൻഷൻ കുറക്കാനും ഇതില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് പെൻഷൻ ബോർഡ് അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ജാഥ മാത്രമല്ല, ഈ ജാഥ ഞങ്ങൾക്കിപ്പോ ഈ 22,000 മെമ്പർമാരിൽ 15,200-ലധികം ആളുകൾ ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ടവരാണ്. അപ്പൊ ഈ ജാഥ നടത്തുന്ന ഈ ജനങ്ങളെ, ഈ നമ്മുടെ പെൻഷൻകാരെ ആകെ തന്നെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും തുടർന്ന് അങ്ങോട്ട് ഈ ജാഥ നടത്തി 4-ാം തീയതി തിരുവനന്തപുരത്തും തൃശ്ശൂരും സമാപിക്കുന്നതോടുകൂടി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി കഴിയുന്നില്ലെങ്കിൽ 9-ാം തീയതി മുതൽ ഫെബ്രുവരി 9-ാം തീയതി മുതൽ 17-ാം തീയതി വരെ നിരന്തരമായ റിലേ സത്യാഗ്രഹം നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. 17-ാം തീയതി കഴിഞ്ഞ് 23 വരെ ഞങ്ങൾ കാത്തിരിക്കും. 22 കഴിഞ്ഞാൽ 23 കഴിഞ്ഞാൽ 23-ാം തീയതി രാവിലെ മുതൽ നമ്മുടെ സംസ്ഥാന ലീഡർഷിപ്പ്, ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും ഉൾപ്പെടെ 80-85 വയസ്സായിട്ടുള്ള വയോധികരായ ആളുകൾ, ഇപ്പോഴും പലവിധ രോഗത്തിന് അടിമപ്പെട്ടിട്ടുള്ള നേതാക്കന്മാർ അവിടെ നിരാഹാരം കിടക്കാനാണ് തീരുമാനിച്ചത്. KP പ്രഭാകരൻ, മണ്യാട് ബാലകൃഷ്ണൻ, CV കുഞ്ഞികൃഷ്ണൻ, AV ജനാർദ്ദനൻ, M സത്യൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. Aster MIMS Hospital, we'll treat you well. Chala East, Kannur.